السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين، آمين. صدق الله. قال رسول الله صلى الله عليه وسلم: اتبع الثبات الأعلى. ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു തന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് മുസ്ലിയാർ, അതുപോലെ ഇവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു മഹാന്മാരായ ഉസ്താദുമാർ, സംഘടനാ നേതാക്കൾ, ഏറെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, മദ്രസ മാനേജിംഗ് പ്രതിനിധികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒത്തുകൂടൽ ഒരു പുണ്യാമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നാളെ അവൻ്റെ സ്വർഗത്തിൽ ലോകത്ത് ഒത്തുകൂടാൻ അല്ലാഹു നമുക്ക് മുമ്പേ കടന്നുപോയ മഹാന്മാരായ മശായിഖുമാരടക്കമുള്ള സമസ്ത നേതാക്കളടക്കമുള്ളവർ, നമ്മളോട് ബന്ധപ്പെട്ട മാതാപിതാക്കളടക്കമുള്ള ബന്ധപ്പെട്ട ആളുകളെ, സ്നേഹജനങ്ങളെ, അവരും നമ്മുമായി ബന്ധപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാം. ഇങ്ങനെ നിന്നോട്ടെ. അസ്സിറാത്തുൽ മുസ്തഖീം എന്നതാണ് നമ്മുടെ വിഷയം. ഞാനതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. ആദ്യമായി നിങ്ങൾ ഈ നൽകിയ ഈ സ്വീകരണത്തിന് കൈതവമറ്റ നന്ദി രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ, പുണ്യാമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാൻ. യഥാർത്ഥത്തിൽ ഞാൻ ഈ പ്രസിഡൻ്റായി അങ്ങനെ നിൽക്കാൻ മാത്രം അർഹനോ ഒന്നുമല്ല എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. പിന്നെ ഇതൊക്കെ വലിയ ഉത്തരവാദിത്തങ്ങളാണ്, അതൊക്കെ നിർവഹിക്കാൻ കഴിയുമോ വേണ്ടതുപോലെ എന്നുള്ളതിൽ ആശങ്കയുമുണ്ട്. ഇതൊന്നും നമ്മൾ ആഗ്രഹിച്ചതുമല്ല, ആരോടും അങ്ങനെ ആയി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടതും അല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആലാൻ്റെ പക്കൽ നിന്നുള്ള സഹായമുണ്ടാകും എന്നുള്ള ആ ആഗ്രഹവും പ്രതീക്ഷയും മാത്രമാണ് നമുക്കൊക്കെ ഉള്ളത്. എല്ലാവരും പറഞ്ഞപ്പോൾ അത് നമ്മൾ ഏറ്റെടുക്കാതിരിക്കാനും കഴിയില്ലല്ലോ. അതാണല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബിയോട് പറഞ്ഞു: യാ അബ്ദുറഹ്മാൻ ഇബ്നു സമുറ ലാ തസ്അലിൽ ഇമാറ. അബ്ദുറഹ്മാൻ ഇബ്നു സമുറ, അധികാരം ചോദിച്ചു വാങ്ങരുത്. ഇൻ ഉഅ്തീതഹ അൻ ഗൈരി മസ്അലത്തിൻ ഉഇൻത അലൈഹ. ചോദിച്ചു വാങ്ങിയതല്ല, അല്ലാത്ത വിധത്തിൽ നിനക്കത് ലഭിച്ചതാണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള മഹത്തായ സഹായം നിനക്കുണ്ടാകും. വൈൻ ഉഅ്തീതഹ അൻ മസ്അലത്തിൻ ഉക്കിൽത ഇലൈഹ. നേരെ മറിച്ച് നീ ആവശ്യപ്പെട്ട് എനിക്ക് പ്രസിഡൻ്റ് ആകണം അല്ലെങ്കിൽ സെക്രട്ടറി ആകണം, ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് കിട്ടിയ അധികാരമാണ് എങ്കിൽ അത് നിന്നിലേക്ക് തന്നെ ഏൽപ്പിക്കപ്പെടും. അത് നീ തന്നെ നോക്കേണ്ടി വരും. അല്ലാഹു തആലാൻ്റെ പക്കൽ നിന്നും സഹായം ലഭിച്ചോളണമെന്നില്ല എന്നാണ് ആ ഹദീസ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ ഹദീസിലാണ് നമ്മളൊക്കെ പ്രതീക്ഷ. നമ്മളൊന്നും ഇതിന്
വേണ്ടത്ര അർഹരല്ല എന്നുള്ള ആ തികഞ്ഞ ബോധ്യം, ആ ബോധവും നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. നിങ്ങൾ ദുആ ചെയ്യണം. ഈ ഏറ്റെടുക്കുന്ന ജോലികൾ മുഴുവനായിട്ടൊന്നും നമുക്കാർക്കും നിർവഹിക്കാൻ കഴിയില്ല. എന്നാലും ഒരു നല്ല നിലയിൽ അതൊക്കെ എവിടെയെങ്കിലും നല്ല മാർഗത്തിൽ എത്തിക്കണമല്ലോ. അതിന് അല്ലാഹു തആലാൻ്റെ പക്കൽ നിന്നുള്ള സഹായമുണ്ടാകേണ്ടതുണ്ട്. എല്ലാവരുടെയും ദുആ ആവശ്യമാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെ നമുക്ക് നല്ല നിലക്ക് പോകണം. ഇത് സമസ്തയുടെ ഏറ്റവും വലിയ ഒരു കീഴ്ഘടകത്തിൻ്റെ കീഴടകമായ മഹത്തായ ഒരു സംവിധാനമാണ്. അതൊക്കെ നല്ല നിലക്ക് മുമ്പത്തിലേറെ നന്നായി കൊണ്ടുപോകാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാം. നമ്മൾ ഒരു ദിവസം ഒട്ടേറെ പ്രാവശ്യം നിർബന്ധമായിട്ട് ചൊല്ലുന്നതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ള മഹത്തായ പ്രാർത്ഥന. ഫാത്തിഹ സൂറയുടെ അവസാനം അങ്ങനെയാണ്. അല്ലാഹു തആലാനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുന്ന, അവൻ്റെ ഗുണഗണങ്ങൾ വാഴ്ത്തിക്കൊണ്ട് തുടർന്നു വരുന്ന, മനുഷ്യനും സൃഷ്ടികളും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധങ്ങൾ അത് വ്യക്തമാക്കുന്ന, അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഉള്ളതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ളത്. ശരിയായ വഴിയിൽ പടച്ചവനെ ഞങ്ങളെ നീ നയിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അത് അപ്പോൾ ഏതാണ് ആ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം? എല്ലാവരും പറഞ്ഞ് നമ്മൾ ശരിയായ വഴിയിൽ തന്നെയാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഒരുപാട് കക്ഷികൾ ഉണ്ടല്ലോ, ഒരുപാട് ദീനിൻ്റെ പേരിലുള്ള ഒരുപാട് കക്ഷികളുണ്ട്. അവരൊക്കെ പറയുന്നത് ഞങ്ങൾ തന്നെയാണ് ശരിയുടെ മാർഗത്തിൽ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ സിറാത്തുൽ മുസ്തഖീം എന്നാൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ആവശ്യമായ വിവരണം തൊട്ടുപുറകെ നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നീ നയിക്കണമേ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം ഏതാണ് ആ സിറാത്തുൽ മുസ്തഖീം? അത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, ആ സിറാത്താണ് ആ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലിൻ, നിന്റെ കോപത്തിന് വിധേയരായ വഴിതെറ്റിപ്പോയ ദുർമാർഗികളായ അവരുടെയൊന്നും മാർഗമല്ല. അതൊന്നും സിറാത്തുൽ മുസ്തഖീമല്ല. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗമാണ്. ആ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ എന്നാണ് നമ്മൾ ഓരോ ദിവസവും നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ ആ ഫാത്തിഹ സൂറയിൽ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പോൾ ആരാണ് ആ അല്ലാഹു തആലാൻ്റെ അനുഗ്രഹത്തിന് വിധേയരായവർ? അല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, ഇവരാണവർ. അല്ലാഹു തആലാൻ്റെ അമ്പിയാക്കൾ, പ്രവാചകന്മാർ എന്ന് തുടങ്ങി ശുഹദാക്കൾ, സാലിഹീങ്ങൾ, ഇവരുടെ മാർഗമാണത്. വാസ്തവത്തിൽ അസ്സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ അസ്സിറാത്തുൽ മുസ്തഖീമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില കാരണങ്ങളാൽ മഹാനായ ആദം നബി അലൈഹി സ്വലാമയും ഭാര്യ ഹവ്വാ റളിയല്ലാഹു അൻഹയും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോരേണ്ടി വന്നു. ഇബ്തു മിന്ന, നിങ്ങൾ ഈ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നിങ്ങൾ പുറപ്പെട്ടുകൊള്ളുക, അവിടേക്ക് ഇറങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു. എന്നിട്ട് തുടർന്ന് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ ചെന്നപ്പോൾ ഇമ്മ യഅ്തിയന്നകും മിന്നീ ഹുദ, എൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് ഹുദ ലഭിച്ചേക്കും. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം, അങ്ങനെ തുടർന്ന് പറയുന്നു. അപ്പം നിങ്ങൾ ഭൂമിയിലെത്തിയതിന് ശേഷം എൻ്റെ പക്കൽ നിന്നുള്ള ഹുദ, മനുഷ്യൻ്റെ ജീവിതം, ആ സന്മാർഗം, ആ ജീവിതം സന്മാർഗത്തിലൂടെയാവുക, അതാണല്ലോ മനുഷ്യൻ്റെ ഉദ്ദേശമുള്ളത്. ആ ഹുദ നിങ്ങൾക്ക് ലഭിക്കും.
അപ്പോൾ അത് പിന്തുടർന്നാൽ അവന് ഭയപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല. തുടർന്ന് ഇല്ലെങ്കിലോ എന്നും വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നുണ്ട്. ആ ഹുദയാണ് നമ്മൾക്ക് ലഭിച്ച മഹത്തായ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. ആദം അലൈഹിസ്സലാമയാണ് ഒന്നാമത്തെ മനുഷ്യൻ. ആദം അലൈഹിസ്സലാം പ്രവാചകനായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകൻ അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് ഹുദ നൽകുന്നത്. പിന്നങ്ങനെ മനുഷ്യരാശിയിൽ അങ്ങനെ ആ ഹുദ അങ്ങനെ വ്യാപിച്ച് കൈമാറിക്കൊണ്ടുവന്നതാണ്. അത് പ്രവാചകന്മാരാണ് മനുഷ്യർക്ക് ആ ഹുദ നൽകിയത്. ഓരോ കാലത്തും അതിനനുസരിച്ചുള്ളതായ മാറ്റങ്ങളുണ്ടായി. അടിസ്ഥാനപരമായി ഒന്നായിരുന്നു. അതേ അവസരം കാലങ്ങൾക്കനുസരിച്ച് രാജ്യങ്ങൾക്കനുസരിച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് ആ ഹുദയാണ് കൈമാറി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എത്തിച്ചേരുന്നത്. അത് സമ്പൂർണമായ ഒരു ഹുദയാണ്, സമ്പൂർണമായ ഒരവസ്ഥയാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലമയിലേക്ക് എത്തിക്കുന്നത്. റസൂലുള്ളാഹി അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചു തന്ന ആ ശരി വഴിയാണ് അസ്സിറാത്തുൽ മുസ്തഖീം. ആ അസ്സിറാത്തുൽ മുസ്തഖീം റസൂലുള്ളാഹി അലൈഹി വസല്ലം അത് കൈമാറ്റം നടത്തിയത് അത് ബഹുമാനപ്പെട്ട സഹാബത്തിനാണ്. ആ സഹാബത്തിലൂടെ പിൽക്കാലക്കാരിലേക്ക് കൈമാറ്റം നടത്തിക്കൊണ്ട് ഇന്ന് നമുക്കും ആ ഹുദ അല്ലെങ്കിൽ ആ സിറാത്തുൽ മുസ്തഖീം അത് വന്നു കിട്ടിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും വിശ്വാസപരമായും കർമ്മപരമായും ചിന്താപരമായും എല്ലാ വിധത്തിലും അതിൽ ഉറച്ചു നിന്ന് ആ ഹുദയിലൂടെ തന്നെ ജീവിച്ച് ആ ഹുദയിലൂടെ തന്നെ ആ സിറാത്ത് മുസ്തഖീമിൽ തന്നെ മരണപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ശരിയായ മാർഗം തങ്ങളുടേതാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ശ്രദ്ധിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സിറാത്ത് മുസ്തഖീം തങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറയുന്ന ഒട്ടേറെ ആളുകളുണ്ടാവും, പ്രസ്ഥാനങ്ങളുണ്ടാവും എന്നുള്ളതിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചന നൽകിയിട്ടുണ്ട്. ഹറക്കത്തു ബനീ ഇസ്രായീൽ അലാ സിന്തൈനി വസബഈന മില്ല. ബനൂ ഇസ്രായേലിയർ 72 കക്ഷികളായി തീർന്നിട്ടുണ്ട്. തഫ്തറിക്കു ഉമ്മത്തി അലാ സലാസിൻ വസബഈന മില്ല. എന്നാൽ എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി, മില്ലത്തുകളായി അത് മാറും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ല മില്ലത്തം വാഹിദ, ഒരു മില്ലത്തൊഴിച്ച്. അപ്പോൾ ഈ 73-ൽ ഒരു വിഭാഗം ഒഴിച്ച് ബാക്കി എല്ലാവരും നരകത്തിലാണ്. ഒക്കെ പറയുന്നത് ഇതൊക്കെ റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്, റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ മില്ലത്താണ്, അത് സിറാത്തുൽ മുസ്തഖീമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെ 73 വിഭാഗമായി മാറുമ്പോൾ ആ 73 വിഭാഗത്തിൽ ഒന്ന് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ, ഒന്ന് മാത്രമേ സ്വർഗത്തിന് അവകാശികളാവുകയുള്ളൂ. അല്ലാത്തവരെല്ലാം നരകത്തിലാണ് എന്ന് പറയുമ്പോൾ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം, അല്ല ഇത് കേൾക്കുന്ന ആരെ സംബന്ധിച്ചിടത്തോളം ഒരു ആകാംക്ഷയുണ്ടാകും. ആ ആകാംക്ഷ ബഹുമാനപ്പെട്ട സഹാബത്ത് അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. മൻ ഹിയ യാ റസൂലല്ലാഹ്, ആ മില്ലത്ത്, ആ രക്ഷപ്പെടുന്ന സ്വർഗത്തിന് അവകാശികളായ ആ മില്ലത്ത് അവരാരാണ് എന്ന് ചോദിക്കുന്നു. റസൂലുള്ളാഹി അലൈഹി വസല്ലം നൽകിയ മറുപടി മാ അന അലൈഹി വസുഹാബി, ഞാനും എൻ്റെ സഹാബിമാരും ഏതൊരു ആശയത്തിലും ആദർശത്തിലും ആണോ നിലകൊള്ളുന്നത്, ഏതൊരു ചിന്താഗതിയിലാണോ നിലകൊള്ളുന്നത്, അതിൻ്റെ മേൽ നിലകൊള്ളുന്നവരാരോ അവരാണ് ആ വിഭാഗമെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുന്നു. മാ അന അലൈഹി വസ്ഹാബി. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന മഹത്തായ സുന്നി പ്രസ്ഥാനത്തിലേക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. അതിലേക്കുള്ള സൂചനയാണ് മാ അന അലൈഹി, ഞാൻ നിലകൊള്ളുന്നത് എന്ന് പറയുമ്പോൾ അതിനാണ് നമ്മൾ സാധാരണ സുന്നത്ത് എന്ന് പറയാറുള്ളത്. റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതാണ് മാ അന അലൈഹി.
ഞാൻ നിലകൊള്ളുന്നത് എന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഫർദ് സുന്നത്ത് എന്ന് പറയുന്നതല്ല. സുന്നത്ത് എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖ്വാലുകൾ, അഫ്ആലുകൾ, തക്രീറാത്തുകൾ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ അംഗീകാരങ്ങൾ. മഹാന്മാർ പറഞ്ഞതനുസരിച്ച് തങ്ങൾ എന്ത് ഉദ്ദേശിച്ചു, പക്ഷെ അത് ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന് ഉദ്ദേശിച്ച അത്തരം കാര്യങ്ങൾ അടക്കമുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് ഈ സുന്നത്ത് എന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. വാക്കാകട്ടെ പ്രവൃത്തിയാകട്ടെ എന്താണെങ്കിലും ശരി, അതൊക്കെ സുന്നത്താണ്. ഈ സുന്നത്ത് എന്ന് പറയുന്ന വാസ്തവത്തിൽ അത് വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമാണ്. വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കാന ഖുൽഖുൽ ഖുർആൻ എന്നാ പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു. സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം, ആ ജീവിതം അത് ഖുർആനായിരുന്നു എന്നാ. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവർത്തന, അംഗീകാരങ്ങളെല്ലാം തന്നെ അത് വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ്, അതിൻ്റെ വിശദീകരണമാണ്. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ്. അതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ സുന്നത്ത് ബിദ്അത്ത് എന്ന് പറയുന്ന ആ സുന്നത്ത് എന്ന് പറയുന്നത്. സുന്നത്ത് എന്ന് പറയുന്നത് അതാണ് മാന അലൈഹി. അപ്പം അതിൻ്റെ ഒപ്പം നിൽക്കുന്നവർ അഹ്ലു സുന്ന. ആ സുന്നത്ത് മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തന അംഗീകാരങ്ങൾ മാത്രം പോരാ. സഹാബി എന്നും കൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സഹാബത്തിനെ അംഗീകരിക്കണം, അവരുടെ നടപടിക്രമങ്ങൾ അംഗീകരിക്കണം. സഹാബത്തിനെ അംഗീകരിക്കാറില്ല, അവരുടെ നടപടിക്രമങ്ങൾ അംഗീകരിക്കണം. അങ്ങനെയും വേണം. അത് രണ്ടും കൂടി ഉള്ളവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ. അവരാണ് ഈ സ്വർഗത്തിന് അവകാശികളായ ആളുകൾ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇനി പിൽക്കാലത്ത് വന്ന അഭിപ്രായ ഭിന്നതകൾ, ആ ഭിന്നതകൾ ഇങ്ങനെ പരിശോധിച്ചാൽ ഇവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി അംഗീകരിച്ചത് ആ വിഭാഗങ്ങളിൽ നിന്ന് ആരാണെന്ന് കാണാൻ കഴിയും. സഹാബത്തിനെ അംഗീകരിച്ചത് ആരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് പഠിച്ച് അത് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ജീവിതമാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളത്, ഇന്ന് വരെയുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പരിശുദ്ധ ഇസ്ലാം ഇവിടെ വന്നു എന്നാണ് ചരിത്രം. അപ്പം അത് സഹാബത്തിലൂടെയാണ് ഇവിടെ ഇസ്ലാം വന്നത് എന്നാണ്. ആ സഹാബത്തിലൂടെ വന്ന ആ ഇസ്ലാം അതിനെ കൂടുതൽ വികസിപ്പിക്കാനും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഒരുപാട് സഹാബിമാർ ഇവിടെ വന്നിട്ടുണ്ട് നാം മനസ്സിലാവണം. ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ ഒന്നിലധികം സഹാബിമാർ ഇവിടെ ഉണ്ട്. പലയിടത്തും സഹാബത്തിൻ്റെ ഖബറുണ്ടല്ലോ. അതിൻ്റെ പുറമെ താബികൾ അങ്ങനെ അത് യമനിലൂടെ വന്നവരുണ്ടാകും. അതുപോലെ തന്നെ സൗദി അന്ന് വേറെ പേരിലാണ് അറിയാം, ഇപ്പം പുതിയ പേരാണ്, അതിൽ വന്നവരുണ്ടാകും. പലയിടങ്ങളിലൂടെ സഹാബത്ത്, താബികൾ, തവാബിയെ അവരൊക്കെയാണ് ഈ പരിശുദ്ധ ദീന്, ഈ പറയുന്ന മാർഗത്തെ ഈ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തത്. അവരുടെ മാർഗം ഇവിടെ സുതരാം വളരെ വ്യക്തമാണ്. ആ വ്യക്തമായ മാർഗം അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. അത് നൂറ്റാണ്ടുകളിലൂടെ അത് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത വിധത്തിൽ ആ മാർഗം ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവിടെ ദീനിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ട് കാലങ്ങളിലില്ല. ചില മസലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ പിന്നെ സമസ്തയിലില്ല. മസലാ പ്രശ്നങ്ങൾ കഴിഞ്ഞ മഹാന്മാരായ നമ്മുടെ നേതാക്കൾ അവർ ചില മസലകളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അത് മുൻകാലത്തും അങ്ങനെയുണ്ടായിരുന്നു. പഴയ കാലങ്ങളിൽ മഹാന്മാരുടെ ചരിത്രം നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഇന്നയാളും ഈ വിഷയത്തിൽ എതിരാണ്, ഈ വിഷയത്തിൽ പരസ്പരം ഭിന്നതയിലാണ്. അത് മസലയിൽ ഭിന്നതയുണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാകും. അല്ലാതെ ദീൻ എന്ന് പറയുന്ന അടിസ്ഥാനപരമായ
മഹത്തായ ഈ ദീൻ, ആ ദീനിൻ്റെ കാര്യത്തിൽ ആർക്കും അഭിപ്രായത്തില്ല. വിശ്വാസ കാര്യങ്ങൾ, ആദർശ കാര്യങ്ങൾ, അതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസം ഈ 1920-കൾ വരെ, അതിൻ്റെ പരിസരങ്ങൾ വരെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അവരൊക്കെ ഒരേ അഭിപ്രായക്കാരായിരുന്നു, ഒരേ വിശ്വാസക്കാരായിരുന്നു, ഒരേ സംസ്കാരത്തിൻ്റെ ഉടമകളായിരുന്നു, ഒരേ ജീവിതത്തിൻ്റെ ഉടമകളായിരുന്നു. അങ്ങനെ വളരെ സൗഹാർദ്ദമായിട്ട് സമാധാനപരമായ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് മുസ്ലിം കൈരളിയെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. ആ അവസ്ഥയിൽ അവിടെ ദീനുണ്ടായിരുന്നത്. പിന്നെ ഈ ദീനിന് മാറ്റം വരുത്താൻ വേണ്ടി ചില ആളുകൾ വന്നു. അവരും വേറെ ഇവിടെ നിന്നോ ആരുടേതോ ചില ആശയങ്ങളും ആദർശങ്ങളും പുതിയ ചില ചിന്താഗതികളുമായിട്ട് ഇവിടെ വന്നു. അതൊക്കെ ബഹുമാനപ്പെട്ട ആ കാലഘട്ടത്തിലുള്ള ഉലമാക്കൾ അതിനെ അവർ നേരിട്ടു. ആ നേരിട്ട് വളരെ ശക്തമായിട്ട് തന്നെ അത് വ്യക്തിപരമായ നേരിടലായിരുന്നു, കൂട്ടമായ നേരിടലല്ല. പക്ഷേ ഈ പുതിയ ആശയക്കാരുമായി വന്ന അവർക്കാണ് വഹാബികൾ എന്ന് നമ്മൾ പറയുന്നത്. ഈ വഹാബികൾ 20കൾക്ക് ശേഷമാണ് ഈ കേരളത്തിൽ അവരുടെ ആശയങ്ങൾ, ആ തെക്കൻ ഭാഗത്തെ ആശയങ്ങൾ അത് ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിനെ ഈ പിന്നെ വടക്കൻ ഭാഗത്തേക്കും കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടന്നത്. അപ്പം ശക്തമായിട്ട് അന്നെതിർത്തതുപോലെ ശക്തമായിട്ട് ബഹുമാനപ്പെട്ട ആ കാലഘട്ടത്തിലുള്ള ആരിഫികളായ അല്ലാഹുവിൻ്റെ ഔലിയാക്കളായ ഉലമാക്കളായ ആ മഹാന്മാർ അത് എതിർക്കാൻ രംഗത്ത് വരുന്നു. അത് ഒരു കൂട്ടായ ശ്രമങ്ങൾ നടത്തുമ്പോൾ, അവരുടെ കൂട്ടായ ശ്രമം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള അഭ്യസ്തവിദ്യരായ ആളുകളിൽ നിന്ന് ചിലരെയും സമ്പന്നന്മാരായ ആളുകളെയും അവരെ ആകർഷിച്ച് അവരെ പിടിച്ചുകൊണ്ടാണ്, അവരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് വാസ്തവത്തിൽ ഈ ആശയപ്രചരണം ആ കാലഘട്ടത്തിൽ നടത്തിയത്. ഇന്നും അങ്ങനെ തന്നെയാണല്ലോ, ഇന്നും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാധീനങ്ങൾ വെച്ചാൽ ആ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വാസ്തവത്തിൽ അവരുടെ ഈ വഹാബി പ്രസ്ഥാനമാകട്ടെ, ജമാഅത്ത് മൗദൂദി പ്രസ്ഥാനമാകട്ടെ, അവരുടെ ആശയങ്ങൾ അവർ പ്രചരിപ്പിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. അത് ഇപ്പം മാത്രമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പും അവർ സ്വീകരിച്ച ഒരു വഴി തന്നെയായിരുന്നു അത്, അതിൻ്റെ ഭാഗം തന്നെയാണ്. ഏതായിരുന്നാലും ഇങ്ങോട്ട് അത് കടന്നു വന്നപ്പോൾ അതിനെ എതിർക്കൽ ആവശ്യമായി വന്നു. എങ്ങനെ കൂട്ടായിട്ട് എതിർക്കൽ, മറ്റു വ്യക്തികളിൽ ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ പള്ളിയിൽ നിന്ന് വഹാബിസത്തെ സംബന്ധിച്ച് നന്നായി പ്രസംഗിച്ച് നമുക്കറിയാൻ കഴിയും. ജനങ്ങളെ അവർക്ക് കൃത്യമായിട്ട് അവർക്ക് അറിയിച്ചു കൊടുത്ത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അങ്ങനെ ഒരാൾ ഒരു പള്ളിയിൽ വെച്ച് പറഞ്ഞത് കൊണ്ടായില്ല. സമൂഹത്തെ മൊത്തത്തിൽ ഈ വിവരങ്ങൾ അറിയിക്കുകയും ഇവരെ സംബന്ധിച്ച് അത് പിന്നെ മനസ്സിലാക്കി കൊടുക്കുകയും ശരിമാർഗം ഇന്നതാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യത നിർവഹിക്കൽ അത് ഓരോന്നും ഓരോ അവസരങ്ങൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ അവസരങ്ങളിൽ അതൊക്കെ നടക്കും. അതനുസരിച്ച് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർക്കദ അവരുമായിട്ടുള്ള കൂടിയാലോചനകൾ, അങ്ങനെ ഒരുപാട് ഞാൻ ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല. ഒരു 1925 24 ഈ തെക്കൻ വടക്കൻ ഭാഗത്തേക്ക് അവർ വരാൻ ശ്രമിച്ചത്. അങ്ങനെ 25 ഒരു കൂട്ടായ ശ്രമം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഒരു ഉലമാ സംഘടന ഉണ്ടാക്കണമെന്ന് മഹാന്മാർ തീരുമാനിച്ചു. അങ്ങനെ 1925 ഒരു ഉലമാ സംഘടനയുണ്ടാക്കി. അതിൻ്റെ ആഭിമുഖ്യത്തിലായി ഒരു കൂട്ടായ ശ്രമങ്ങൾ നടത്തി. പലയിടത്തും നല്ല സമ്മേളനങ്ങൾ ഉണ്ടാക്കി. വഹാബി പ്രസ്ഥാനത്തെ ശരിക്കും മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ ജനങ്ങളൊക്കെ ഉത്ബുദ്ധരായി. മാത്രമല്ല ആ കാലഘട്ടങ്ങളിലൊന്നും ഇപ്പോൾ ഇന്നത്തെ മാർക്ക് ഇങ്ങനെ ഉസ്താദന്മാർ അങ്ങനെ സ്റ്റേജ് കെട്ടിയാണ്ട് പുറപ്പെടുന്ന ഒരു കാലഘട്ടമല്ല. അവരോട് വഴല് പറയാൻ പറഞ്ഞാൽ അവർ വഴല് പറയും. പിന്നെ അവരെന്താണ്, അവരെ ഏൽപ്പിച്ച ദർസോൽ നടത്തും. അങ്ങനെ ഈ അവരെ ഏൽപ്പിച്ച ഖുതുബ, മറ്റ് കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ അത് ജനങ്ങൾക്കൊക്കെ വെള്ളിയാഴ്ചകളൊക്കെ ഉപദേശം കൊടുത്തു. അങ്ങനെ അവരെ ഏൽപ്പിക്കപ്പെട്ട കാര്യം, ആ കാര്യത്തിൽ അവരിങ്ങനെ സമാധാനപൂർവം
അതൊക്കെ നിർവഹിക്കുന്ന സ്വഭാവമായിരുന്നു. അല്ലാതെ അവരുടെ വീട്, അവർ ജോലി ചെയ്യുന്ന ഈ പള്ളി, ആ ഒരു ബന്ധമായിരുന്നു അധികം ആളുകൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ആയാൽ ജനങ്ങൾ ചീത്തയായി പോകുമ്പോൾ ആ ജനങ്ങളെ നന്നാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും ആവശ്യമുള്ളതാണ് എന്നുകൂടി ഈ 25 രൂപീകരിക്കപ്പെട്ട ഉലമാ സംഘടന, ആ സംഘടനയുടെ പ്രവർത്തനത്തിലൂടെ ഒരുപാട് ഉലമാക്കളെ, കഴിവുറ്റ പണ്ഡിതന്മാരെ രംഗത്ത് കൊണ്ടുവരാൻ കൂടി ആ മഹാന്മാരായിരിക്കുന്ന ആ നേതാക്കൾക്ക് കഴിഞ്ഞു. അങ്ങനെ ഒരു വർഷം പ്രവർത്തിച്ച് അതിൻ്റെ ശേഷമാണ് 1926 ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ മഹാനവറുകളുടെ പ്രാർത്ഥനയോടുകൂടി തുടങ്ങിയ ആ മഹത്തായ ഉലമാ കൺവെൻഷനിൽ വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആ മഹത്തായ സംഘടന രൂപീകരിക്കുന്നു. പിന്നെ പ്രവർത്തനമായിരുന്നു, നിരന്തരമായ പ്രവർത്തനമായിരുന്നു. ഈ വഹാബികൾ എവിടെ സ്റ്റേജ് കെട്ടിയോ അവിടെ ഉണ്ട്, എവിടെ സ്റ്റേജ് കെട്ടിയോ അപ്പം തന്നെ അതിനുള്ള മറുപടി പറഞ്ഞുകൊണ്ട് അങ്ങനെ ശക്തമായ പ്രവർത്തനങ്ങൾ 25 കൊല്ലക്കാലം. അന്ന് ഈ ആദർശത്തെ സംരക്ഷിക്കുക, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ സംരക്ഷിക്കുക, അതിനു വേണ്ടി മാത്രമായിരുന്നു കാര്യമായി ആ കാലഘട്ടത്തിൽ സമസ്തയുടെ പ്രവർത്തനങ്ങൾ നടന്നത്. സമസ്തയുടെ ലക്ഷ്യം അത് നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 1ഉം 2ഉം ലക്ഷ്യം സുന്നത്ത് ജമാഅത്ത. ഒന്ന്, സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളെ, അതായത് പരിശുദ്ധ ദീനിൻ്റെ കാര്യങ്ങൾ, ആശയങ്ങൾ, അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വീക്ഷണമനുസരിച്ച് ജനങ്ങളിൽ പ്രബോധനം ചെയ്യുക, പ്രചരിപ്പിക്കുക. ഇതാണ് ഒന്നാമത്തെ പ്രചരണമാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രചരണം. അത് അതിൻ്റെ മാർഗങ്ങൾ ഏതോ ആ മാർഗങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രചരണം ആണ് ഒന്നാമത്തേത്. രണ്ടാമത്തേതോ അതിനെതിരെ വരുന്ന പ്രശ്നങ്ങളുണ്ടാകുമല്ലോ, അതിനെ നിയമപരമായി അത് നേരിടുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. അപ്പോൾ ഒന്ന് സുന്നത്ത് ജമാഅത്തിനെ ഉറപ്പിച്ചു നിർത്തുകയും അതിൻ്റെ പ്രചരണം ശക്തമാക്കുകയും ചെയ്യുക ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം അതിനെതിരെ വരുന്ന പ്രതിലോമ ശക്തികളുടെ പ്രവർത്തനങ്ങളെ നിയമപരമായി നേരിടുക. അപ്പം രണ്ടും സുന്നത്ത് ജമാഅത്താ. ബാക്കി ഈ പൊതുകാര്യങ്ങളും വിദ്യാഭ്യാസ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. പിന്നെ അന്ന് മുതൽക്ക് ആ സമസ്തയുടെ പ്രവർത്തനം ഈ ഭരണഘടനാനുസൃത, ഒന്നും ഭരണഘടനക്ക് പുറത്തു പോയണ്ടല്ല, അത്ര വലിയ വീക്ഷണമുള്ളവരായിരുന്നു, ദീർഘവീക്ഷണമുള്ളവരായിരുന്നു ആ ഭരണഘടന തയ്യാറാക്കിയ മഹത്തുക്കളായ നമ്മുടെ മശായിഖുമാർ എന്ന് ഇപ്പോഴും തന്നെ നമ്മൾ ഓർത്തുപോവുകയാണ്. അതനുസരിച്ച്, അതായത് സുന്നത്ത് ജമാഅത്ത് അതാണ് ശരിയായ ഹക്കായ ദീൻ. ആ ഹക്കായ ദീനിനെ നിലനിർത്തലാണ്, അതിന് വിഷമങ്ങൾ വന്നപ്പോൾ അതിനെ നിലനിർത്തലാണ്. അതിനു വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിത സംഘടന ഉണ്ടാക്കിയത്. അത് വേറെ ഒരുപാട് പ്രവർത്തന മാർഗങ്ങൾ കാലത്തിനനുസരിച്ച് സ്വീകരിച്ചു കൊണ്ടാണ് സമസ്ത ഇന്ന് വരെ പ്രവർത്തിച്ചത്. ഇൻഷാ അല്ലാഹ് ഈ അടുത്ത വർഷം 26 ഫെബ്രുവരി മാസത്തിൽ സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിൽ പങ്കെടുത്ത് സന്തോഷം കൊള്ളാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൻ്റെ പ്രവർത്തകരാണ് നമ്മൾ. ഈ അവസരത്തിൽ അത് ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പ്രവർത്തകരാണ്, അതിൻ്റെ പ്രചാരകരാണ്, അതിൽ പങ്കെടുക്കേണ്ടവരാണ് നമ്മൾ. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇനി അടുത്ത ദിവസം തന്നെ അതിൻ്റെ സ്വാതസംഘം മുമ്പ് രൂപീകരിച്ചിട്ടുണ്ട്. ആ വിശാലമായ സ്വാതസംഘം ചേരുകയാണ്. എന്നിട്ട് പ്രവർത്തന പദ്ധതികളൊക്കെ പുറത്തു വരും. അതിനുവേണ്ടി നമ്മളൊക്കെ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ ഒരു വമ്പിച്ച ഒരു പരിപാടിയായിക്കൊണ്ട് മുമ്പൊന്നും നടക്കാത്ത വിധത്തിലുള്ള നല്ല റാഹത്തുള്ള ഒരു പരിപാടിയായിക്കൊണ്ട് നടക്കണം. അതിനൊരുപാട് പദ്ധതികൾ തയ്യാറാക്കി കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. 100 പുസ്തകങ്ങൾ, വളരെ പ്രധാനപ്പെട്ട 100 പുസ്തകങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്.
ഇൻഷാ അല്ലാഹ് ഇപ്പോൾ 30-40 ഇടയിൽ പുസ്തകങ്ങൾ തയ്യാറായി കഴിഞ്ഞു. അതിൽ നിന്ന് 10 പുസ്തകങ്ങൾ ഈ വരുന്ന 26-ാം തീയതി അതിൽ നിന്ന് 10 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കും. അതിൻ്റെ ഇടയിലാണ് ചരിത്രയുടെ സമസ്തയുടെ 100 വർഷത്തെ ചരിത്രം പറഞ്ഞുകൊണ്ടുള്ള ഇംഗ്ലീഷിൽ അത് ഇന്ത്യൻ എക്സ്പ്രസ് തയ്യാറാക്കിയ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടത്. അതും തന്നെ ഈ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ വലിയ സുവനീർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതിനോടുകൂടെ ഒട്ടേറെ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കാസർഗോഡ് വെച്ച് നടക്കുന്ന ആ മഹാസമ്മേളനം അതിലൊക്കെ സംബന്ധിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പെട്ടെന്ന് നിർത്തിക്കളേണ്ട പിന്നിൽ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അതാണ് സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിന് അതിന് വേണ്ടിയിട്ട് അതിൽ നിലകൊള്ളുകയും മറ്റുള്ള ആളുകളെ അതിൽ വഴി നടത്തുകയും നിലകൊള്ളാൻ പ്രേരിപ്പിക്കുകയും അതിനെതിരെ വരുന്ന സകലമാന പ്രതിലോമ ശക്തികളുടെയും പ്രവർത്തനങ്ങളെ നിയമപരമായി നേരിടുകയും ചെയ്യുക സമസ്ത അതാണ് ഉദ്ദേശിക്കുന്നത്. ആ വഴിയിലൂടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എല്ലാ കാലത്തും അതിൻ്റെ പേരിൽ ഈ ഉറച്ച നിലപാടിൻ്റെ പേരിൽ സമസ്ത ഒരുപാട് വിഷമങ്ങളും ത്യാഗങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ ആ പ്രതിസന്ധികളുടെ നടുവിലാണ് സുന്നത്ത് ജമാഅത്തിന് വന്ന പ്രതിസന്ധി. ഏറ്റവും ശക്തമായ ആ കാലഘട്ടത്തിലാണ് സമസ്ത അത് ഉത്ഭവിക്കുന്നത് തന്നെ. ഉത്ഭവകാലം തന്നെ അതാണ്. അപ്പൊ പിന്നെ ഇനി ശേഷമുള്ള പറയേണ്ടതില്ലല്ലോ. അതനുസരിച്ച് പല കാലങ്ങളിലും പല ജാതി പ്രതിസന്ധികൾ സമസ്തക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എത്രമാത്രം അതിന് സമസ്തക്ക് ബദലായിക്കൊണ്ട് ഇവിടെ ഒരു സംഘടന വന്നേ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ സംഘടനയിൽ ആരാ ഉണ്ടായിരുന്നത്? ചില്ലറക്കാരല്ല. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഉലമാ ആയിരുന്നു അതിന് നേതൃത്വം നൽകിയത്. വെള്ളൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ പ്രിൻസിപ്പാളായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഹസ്രത്ത് അടക്കമുള്ള അതുപോലെയുള്ള മഹാന്മാരായ ആളുകളാണ് സമസ്തക്ക് എതിരെ വന്ന അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് ഈ സമസ്തക്ക് നേരെ വന്നത്. പക്ഷേ പിൽക്കാലം അത് ആ പേര് പോലും പറയാൻ ആളില്ലാത്ത വിധത്തിൽ അതൊക്കെ പിരിച്ചുവിടുകയല്ല, പിരിഞ്ഞു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അന്നൊക്കെ സമസ്തയുടെ നമ്മുടെ മഹാന്മാരായ ഉലമാ മഹാന്മാരായ നേതാക്കൾ സഹിച്ച ത്യാഗങ്ങൾ എന്തായിരിക്കും? ഈ സമസ്ത ഇനി നിലനിൽക്കുമോ എന്നുള്ള പേടിയല്ലേ അവർക്ക് ഉണ്ടായിരിക്കുക. പക്ഷേ അള്ളാഹു ഇത് ശരിയായ ഒരു മാർഗമാണ്. ഇത് അസ്റാത്തുൽ മുസ്തഖീമ. അതിനെ അള്ളാഹു നിലനിർത്തും. ആ വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. എത്ര വിധം കള്ളത്തരീക്കത്തുകളിലൂടെ വന്നു. ആ തരീക്കത്തിൻ്റെ മേലിൽ എത്രങ്ങാനും പ്രശ്നങ്ങൾ വന്നു. ഈ ഒരു വിഷയം വരുമ്പോൾ സമസ്ത അതിനെക്കുറിച്ച് പഠിച്ച് അത് നന്നായി പഠിച്ച് തെറ്റ് വരാത്ത വിധത്തിൽ പഠിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുമ്പോൾ പല ആളുകൾക്കും അത് ദഹിക്കൂല. കാരണം അത്തരം ആളുകളൊക്കെ അത്തരം പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാവും. ഓർക്കത് ദഹിക്കൂല. പിന്നെ അവർ പറഞ്ഞു കൂട്ടുന്ന നുണകൾക്കോ മറ്റൊന്നും യാതൊരു കയ്യും കണക്കുണ്ടാവില്ല. അങ്ങനെ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ട്. അത് നൂർഷാ തരീക്കത്താണെങ്കിലും ശരി, ആലുവ തരീക്കത്താണെങ്കിലും ശരി, അതുപോലെ തന്നെ വേറെയും കുറേ തരീക്കത്തുകളുണ്ട്. സമസ്ത വരുന്നതിന് മുമ്പ് തന്നെ കള്ളത്തരീക്കത്തുകളുണ്ട്. സമസ്തയുടെ നേതാക്കൾക്ക് ആ കാലഘട്ടത്തിൽ തന്നെ അത് വ്യക്തികൾ എന്നുള്ള ആലിമികളുടെ കൂട്ടത്തിൽപ്പെട്ടവർ എന്നുള്ള നിലക്ക് അതിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സമസ്ത അത് ഇങ്ങനെ സംഘടനയായപ്പോൾ അതനുസരിച്ചും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സമസ്തയുടെ മുമ്പിലുണ്ടായിട്ടുണ്ട്. അത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് സമസ്ത ഒരു കാര്യത്തിന് വിധി പറയാറില്ല. അതാണ് സമസ്തയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല തരീക്കത്തുകളും വന്നപ്പോൾ ആലുവ തരീക്കത്തിനെ കുറിച്ച് പഠിക്കേണ്ടി വന്നപ്പോൾ കൊല്ലങ്ങൾ എടുത്തുകൊണ്ട് അതിനെപ്പറ്റി പഠിച്ചത്. പക്ഷേ സമസ്ത പ്രഖ്യാപിച്ചതോടുകൂടെ പിന്നെ രണ്ടാമത് ശരിയാണെന്ന് പ്രഖ്യാപിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അതിൻ്റെ ശരിയും തെറ്റും വ്യക്തമായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അത് പഠിക്കാൻ വേണ്ടി തന്നെ സമസ്ത ഒരു വിഭാഗത്തെ നിശ്ചയിച്ചു. അവരാ പഠിച്ച കൊല്ലങ്ങൾ എടുത്തുകൊണ്ട്
തബ്ലീഗ് ജമാഅത്ത്, സുന്നത്ത് ജമാഅത്തിന്റെ നേരിത് വഹാബി പ്രസ്ഥാനം എന്ത് ആശയമാണോ കൊണ്ടു നടക്കുന്നത് അതേ ആശയമാണ് തബ്ലീഗ് ജമാഅത്ത്. കണ്ടാൽ നല്ല തലപ്പൻ, നല്ല താടിയും വസ്ത്രാസും ഒക്കെ ഉള്ള, കയ്യില് തസ്ബീഹ്മാലി ഒക്കെ ഉള്ള നല്ല മനുഷ്യന്മാരായിട്ട് കാണും. പക്ഷെ ഉള്ളു വളരെ മോശമാണ്. വഹാബികൾക്ക് എന്ത് മോശത്തരമുണ്ടോ ആ മോശത്തരം മുഴുവൻ അവർക്കുണ്ട്. അത് അപ്പൊ ഇങ്ങനെ വന്നപ്പോ സമത്വതയെക്കുറിച്ച് അവരെക്കുറിച്ച് പഠിക്കേണ്ടി വന്നു. പഠിക്കാനൊരു സമിതി നിശ്ചയിച്ചു. മഹാനായ ഐനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടുമല ഉസ്താദ് തുടങ്ങിയുള്ള ഒരു 5 അംഗ സമിതിയെ നിശ്ചയിച്ചു. പിന്നെ അവരുടെ പുസ്തകങ്ങൾ ഇന്നൊക്കെ മലയാളത്തിൽ കിട്ടും, പല പുസ്തകങ്ങൾ. അതേ അവസരം അന്ന് മലയാളത്തിലൊന്നും കിട്ടൂല. അത് UP നിന്നും മറ്റിടത്തുനിന്നൊക്കെ അത് അവരുടെ ഗ്രന്ഥങ്ങൾ ഉറുദുവിലാണ്. അത് വരുത്തി നീണ്ട മാസങ്ങൾ ഇരുന്ന് പഠിച്ച് അവർ റിപ്പോർട്ട് സമസ്തക്ക് കൊടുത്തു. ആ സമസ്ത ആ റിപ്പോർട്ട് വെച്ച് ചർച്ച ചെയ്തു. അവസാനമാണ് തീരുമാനിക്കുന്നതിൽ നീണ്ട ചരിത്രം ഞാനിലേക്ക് പോകുന്നില്ല. ആ ചരിത്രം പിന്നെ അങ്ങനെ പഠനം നടത്തിയതിന് ശേഷമാണ് തബ്ലീഗ് ജമാഅത്ത് പുത്തനാശയമാണ്, വഹാബി പോലെയുള്ള പുത്തനാശയക്കാരാണ്, ബിദ്അഈ കക്ഷികളാണ്, അവരുടെ ആശയങ്ങളാണ് അവർക്കുള്ളതെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഏത് വിഷയം എടുത്താലും അതുപോലെ ഇന്നും നമ്മുടെ മുമ്പിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതേക്കുറിച്ച് സമസ്ത ധാരാളം പഠിക്കുകയും അതിന് ചില നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അന്ന് അതിലൊന്നും ഞാൻ കടന്നു പോകുന്നില്ല, അതിൻ്റെ ആവശ്യവും ഇവിടെ ഇല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒക്കെ ചെറിയ വിവരമുള്ള ആളുകളാണ്, ചെറിയ ചിന്തയുള്ളവരാ. മുന്നിലുള്ളതേ നമുക്ക് കാണാൻ കഴിയുള്ളൂ, ദൂരമുള്ളത് നോക്കിക്കാണാൻ നമുക്ക് കഴിയില്ല. അതേ അവസരം അത് കഴിവുള്ള ആളുകളുണ്ട്, എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ കഴിവുള്ള ആളുകൾ ആ ദീർഘവീക്ഷണമുള്ള ആ മഹത്തുക്കളുടെ ചിന്ത, അവരുടെ തീരുമാനങ്ങൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കൽ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സമസ്തക്കാരാണ്. ഒരു സമസ്തക്കാരൻ്റെ ബാധ്യത എന്താണ്? സമസ്ത പറയുന്നിടത്ത് നിൽക്കുക വിഷയങ്ങൾ. സമസ്തയേക്കാൾ എനിക്ക് വിഷയങ്ങൾ അറിയുമെന്നാണ് പിന്നെ സമസ്തയിൽ കണ്ടുകിട്ടും. അപ്പോൾ നമ്മുടെ ബാധ്യത എന്താണെന്ന് വെച്ചാൽ, ഒരു വിഷയം വരുമ്പോൾ സമസ്ത അതിലെന്ത് തീരുമാനമെടുത്തു, സമസ്തയുടെ നിലപാട് അതിലെന്താണ്, അത് സമസ്ത പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ആ സമസ്തയെ അതിനെ ശക്തിപ്പെടുത്തുകയും അതിൻ്റെ പ്രചാരണങ്ങളിൽ നമുക്ക് കഴിയാവുന്ന അത്ര നമ്മളൊക്കെ ഭാഗമാക്കുകയും ചെയ്തുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ സംരക്ഷിക്കുക എന്നുള്ള ആ ബാധ്യത നിർവഹിക്കലാണ് നമ്മുടെ ബാധ്യത. നമ്മളൊക്കെ ചെറിയ ചെറിയ അറിവും ചെറിയ ചെറിയ പരിസരങ്ങളിലൊക്കെ ഉള്ള ആളുകളാണ്. ആ 40 ആലിമീങ്ങൾ അത് ചില്ലറക്കാരല്ല, ചില്ലറക്കാരായ ആലിമീങ്ങളല്ല, ഒരു കാലത്തും അങ്ങനെയല്ല. പക്ഷേ തെറ്റുള്ള ആളുകൾ അവരൊക്കെ മോശമാക്കിയാണ്ട് കാണാറുണ്ട്, അതെല്ലാ കാലത്തുണ്ട്. ശംസുൽ ഉലമന്റെ സുന്നത്ത് ജമാഅത്ത് അത് അതിന്റെ ശതമാനം കുറഞ്ഞു പോയി എന്നാണ് ഒരു കാലഘട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞത്. ശംസുൽ ഉലമാരെ കഞ്ഞിത്തുത്താൻ അത്തുമുത്തുമാണെന്നാ. അതായത് ഒരു പ്രസ്ഥാനത്തെ എതിർക്കുമ്പോ ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ മോശപ്പെട്ടവരാണെന്ന് വരുത്തി തീർക്കാം. എല്ലാ കാലങ്ങളിലും അതാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തത് ഇന്നക ലമജ്നൂൻ എന്നാ പറഞ്ഞത്. റസൂലുള്ളാഹി അലൈഹി വസല്ലമയോട് ശത്രുക്കൾ പറഞ്ഞത് ഇന്നക ലമജ്നൂൻ, നീ ഭ്രാന്തരാണെന്നാ പറഞ്ഞത്. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവർക്കറിയണല്ലേ? അവർക്കറിയണല്ലേ? നബുവത്ത് ലഭിക്കുന്നത് വരെ സർവ്വസ്വീകാര്യനായിരുന്നു. അത്ര സ്വീകാര്യതയുള്ള അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ തീർപ്പ് കൽപ്പിക്കുന്ന ആളായിരുന്നു. പിന്നെ അഹ്ലുസുന്നത്തുൽ കാര്യത്തിലൊക്കെ നമുക്കറിയാലോ. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രധാനമായ നബുവത്തിന് ശേഷം വന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശക്കാരനാക്കുക ചെയ്തു. അത് എല്ലാ കാലങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇന്നും തന്നെ ബഹുമാനപ്പെട്ട പിന്നെ സയ്യിദ് ജിഫ്രി മുക്തകോയ തങ്ങൾ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. അവരാരാണ് എന്നുള്ളത് അവരോട് അടുത്ത് പെരുമാറുന്ന ആളുകൾ, അവരെ അടുത്തറിയുന്ന ആളുകൾക്കറിയാം അവരാരാണ് എന്നുള്ളത്. എല്ലാ കാലത്തും
ഈ സമസ്തയുടെ നേതാക്കളായി വന്നവര് അവർക്ക് നല്ല കഴിവുള്ളവരായിരുന്നു, സൂക്ഷ്മതയുള്ളവരായിരുന്നു, മഹത്തുക്കളായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അല്ലാത്ത ആളുകൾ സമസ്തയുടെ തലപ്പത്ത് വന്നാൽ അത് നീണ്ട കാലം തുടർന്നു പോകില്ല. അത് ഒന്നുകിൽ പിന്നെ അവർ താനേ പോകും, അല്ലെങ്കിൽ അവർ പോകേണ്ടി വരും. ഇതാണ് സമസ്തയുടെ ചരിത്രം. സമസ്തയുടെ ചരിത്രം അതാണ്. നിങ്ങൾ ചരിത്രം വായിച്ചു നോക്കൂ. അപ്പോ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാരെയും ബഹുമാനപ്പെട്ട പിന്നെ ജിഫിരി മുത്തുക്കോയ തങ്ങളെയൊക്കെ ജനങ്ങൾക്കിടയിൽ ഇകഴ്ത്തി കാണിക്കുന്ന സ്വഭാവം അതെന്തിനു വേണ്ടിയാണ്? സമസ്ത ഇകഴ്ത്തലായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് അത് കാണേണ്ടത്. അതിൻ്റെ ഒപ്പം നിന്നു കൊടുക്കലല്ല. നമ്മൾക്ക് നിന്നു കൊടുക്കാനുള്ള സമസ്ത മാത്രമാണ്. ഈ കേരളത്തിൽ ഒരു സമസ്ത മാത്രമാണ് നമുക്ക് നിന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനം, മറ്റൊന്നും അതല്ല. ഇന്നീ കാണുന്ന, ഈ കേരളത്തിൽ കാണുന്ന, പരിസരങ്ങളിൽ കാണുന്ന ഈ മഹത്തായ ദീനി ചൈതന്യം ഒരു രാജ്യത്തും മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും കാണാൻ കഴിയാത്തതായിരിക്കുന്ന ഈ ദീനി ചൈതന്യം, ഈ ദീനി സംവിധാനം ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അത് സമസ്ത മാത്രം ഉണ്ടാക്കിയതാണ്. അത് മറ്റാർക്കും അത് ചെയ്യാൻ കഴിയിട്ടില്ല. ഇന്നിവിടെ ദീനി സംവിധാനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രയുണ്ട്. നമ്മളൊക്കെ പിന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ എതിരി എന്ന് പറഞ്ഞുകൊണ്ട്, സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ എതിരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മോശപ്പെടുത്തിയതായിരിക്കുന്ന ആളുകൾക്ക് ആ വിഷയത്തിലൊക്കെ എത്ര സ്ഥാപനങ്ങളുണ്ട്, സമസ്തയ്ക്ക് എത്ര സ്ഥാപനങ്ങളുണ്ട്, അതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോഴേ സമസ്തയുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മറ്റൊക്കെ അവിടെ ഇവിടെ നിന്നാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിലേക്കല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുമാത്രം ഉണർത്തി സമസ്ത എന്താണോ പറഞ്ഞത് അത് നമ്മൾ സ്വീകരിക്കുക, അതിൻ്റെ കൂടെ നിൽക്കുക. അങ്ങനെ അല്ലാഹു തആലാന്റെ ദീനിന് സുന്നത്ത് ജമാഅത്തിന് ശക്തി പകരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത നമ്മൾ അതിന് മാർഗം തെളിയിച്ചു തന്ന ആ കഴിഞ്ഞകാല മഹത്തുക്കൾ, ഒരു നൂറ്റാണ്ടായല്ലോ, ആ കഴിഞ്ഞകാല മഹത്തുക്കൾ കാണിച്ചു തന്ന ഒരു ശരിയായ വഴി, ആ വഴിയിലൂടെയാണ് നമ്മുടെ മഹത്തുക്കൾ സഞ്ചരിച്ചത്. അതാണ് അവർ കാണിച്ചു തന്നത്. ആ ശരിയായ വഴിയിൽ, ആ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാനും ജീവിക്കാനും അല്ലാഹു തആലാന്റെ ദീന്, അതാണ് അസ്റാത്തുൽ മുസ്തഖീം, അതിനെ പ്രചരിപ്പിക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അന്നലക്ക് പിന്നെ ഉറച്ചു നിൽക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ കാല മഹത്തുക്കൾ വാസ്തവത്തിൽ അവരൊക്കെ ഇത് കാണുന്നുണ്ട്. സഹായിക്കേണ്ട സമയങ്ങളിൽ അവർ സഹായിക്കും. അങ്ങനെയാണ് ഇന്നുവരെ കണ്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മദദ് നൽകി. അല്ലാഹു സമസ്തയുടെ സംവിധാനങ്ങളെ നമ്മളെല്ലാവരെയും അല്ലാഹു സഹായിക്കുമാറാവട്ടെ. അവർ കാണിച്ച വഴിയിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ കാലം അവർക്ക് അല്ലാഹു ഇസ്സത്തിനെ, അവരുടെ അല്ലാഹുവിൻ്റെ അടുക്കലുള്ളതായിരിക്കുന്ന മഹത്തായ സ്ഥാനങ്ങൾ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരെ നമ്മുമായി ബന്ധപ്പെട്ടവരെ സ്വർഗലോകത്ത് സാലിഹ്യങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് കൈതവമറ്റ നന്ദി രേഖപ്പെടുത്തുന്നു. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.